ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലുള്ള ഐക്യയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഐക്യ ഒന്ന് കാണാം. അതുപോലെ നമുക്ക് കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങണം. അപ്പോൾ അങ്ങനെയൊക്കെ കരുതി വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ലെവൽ 1 ലെവൽ 2 ആണുള്ളത്. ലെവൽ 2 എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പിന്നെ അതിൻ്റെ പോട്ട് അതൊക്കെ ആണ് കേട്ടോ ഉള്ളത്. ഇതിനൊക്കെ ഒരു 500 ആട്ടോ ഇതിൻ്റെയൊക്കെ ഒരു റേഞ്ച് വരുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇത് ക്യാൻഡിലിൻ്റെ സെറ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ അത് വെക്കാനുള്ളതുകൊണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ചെറിയ പ്ലേറ്റുകൾ, ഇവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റും അതിൻ്റെ പോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ടർക്കികൾ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കാണുന്നത്. ഇനി നമ്മൾ ലിവിങ് അതുപോലെ കിച്ചൺ ഇതിൻ്റെയൊക്കെ ഡെമോ ആണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാം, അതിലെങ്ങനെ ടേബിള് ചെയർ അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇത് ആണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോട്ട് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് സോഫയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള സോഫയാണ്. നമുക്കിവിടെ വരികയാണെങ്കിൽ കുറേ കാണാനുണ്ട് കേട്ടോ. ഒരുപാട് സമയം എടുക്കും കണ്ട് തീർക്കണമെങ്കിൽ തന്നെ കേട്ടോ. പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ ഗ്രീൻ സോഫ അത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ക്ലോത്താണ്, നല്ലൊരു കളറും. അതുപോലെ ഇവിടെ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ചെയറുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ്. കണ്ടോ ഈ ഒരു ചെയർ, ഇത് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഇട്ടാൽ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു സ്റ്റൈൽ തന്നെ മാറും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ടീപ്പോയികളാണ് കേട്ടോ. വലുതും ചെറുതും എല്ലാ സൈസുള്ളതും ഉണ്ട്. ഇവിടെ പിന്നെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഉള്ളത്. അതിൻ്റെ പോട്ടുകളും ഉണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ് കേട്ടോ. നല്ല വൈറ്റ് കളറിൽ.
ഇവിടെയൊക്കെ അങ്ങനെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കുറേ ഉണ്ട്. ഇവിടെ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ലിവിങ്ങിൻ്റെ ഒക്കെ ഒരു ഇതിൽ സോഫയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇവിടെ വരുന്നത് കുറേ കബോർഡുകളാണ്. ഇവിടെയും കുറച്ച് ക്യാൻഡിൽ, അതുപോലെ നമുക്ക് ടേബിൾ മേലൊക്കെ ക്യാൻഡിലൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്രേ ടൈപ്പ്, ഇതൊക്കെ മെറ്റലിൻ്റെതാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് അതേമാതിരി കുറേ ക്യാൻഡിലുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഗ്ലാസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കിച്ചണിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ചെറിയ ടേബിള്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വരുന്നത് നമ്മുടെ കിച്ചണിൻ്റെ കുറേ എന്താ പറയുക, മോഡുലാർ കിച്ചണിൻ്റെ കുറേ ഡെമോകൾ വരുന്നുണ്ട്. ഇത് ഒരു ഡൈനിങ് ഡെമോ ആണ് കേട്ടോ. പിന്നെ അതുവഴി പോയപ്പോൾ ഞാൻ നല്ലൊരു ബാസ്ക്കറ്റ് കണ്ടു കേട്ടോ, നല്ലൊരു മെറ്റീരിയലുമാണ്. പിന്നെ ഇവിടെയും കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്, അതുപോലെ ഹാങ് ചെയ്ത് വെക്കുന്ന പോട്ടാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ഐക്കൻ്റെ എന്താ പറയുക, ഒരുവിധം എല്ലാ യൂട്യൂബേഴ്സും കാണിച്ചിട്ടുള്ള ഒരു ബാസ്ക്കറ്റാട്ടോ ഇത്. ഇത് 600 and something ആണ് കേട്ടോ ഐക്കിൽ റേറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ അത്ര ഇല്ല എന്നാണ്. പിന്നെ കുറച്ച് പ്ലേറ്റ്, പിന്നെ നമ്മളെ പ്ലാന്റൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെറ്റ് ടൈപ്പ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ വരുന്നത് ബാസ്ക്കറ്റുകളാട്ടോ, ഡസ്റ്റ്ബിന്നുകളാണ് വരുന്നത്. പിന്നെ നമ്മളെ കവറൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഐറ്റം ഉണ്ട്. ഇവിടെയും കുറേ കിച്ചൻ്റെ ഡെമോ ഉണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നതൊക്കെ കുറേ കിച്ചൻ്റെ ഡെമോകളാണ്. ഇവിടെ നമ്മളെ വേസിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് പാത്രമൊക്കെ കഴുകി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രേ, ഒരു ഓർഗനൈസർ കണ്ടിട്ടോ, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. സ്പൂണും ഇതൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ താഴോട്ട് വെള്ളം പോകാനൊരു ട്രേയും ഉണ്ട്, വൈറ്റ് കളറും ആട്ടോ, നല്ലൊരു ഭംഗിയുള്ളതാണ്. പിന്നെ നമ്മൾ സൈഡിലൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാം, അതുപോലെ നമ്മളെ പാൻട്രി ഏരിയ എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്നൊക്കെ ഉള്ളതാണ് കാണിക്കുന്നത്. ഇത് നമ്മളന്ന് ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള ആ ഒരു ജാറിൻ്റെ വേറൊരു മോഡലാണ്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഇവിടെ ഒരു വാഷിംഗ് ഏരിയയുടെ ഡെമോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ഭംഗിയുള്ളതാണ് കാണാൻ. നമുക്ക് വാഷ് ചെയ്തിട്ട് ഹാങ് ചെയ്യാൻ പറ്റിയതും, അതുപോലെ നമുക്ക് ഹാൻഡ് വാഷൊക്കെ ചെയ്യാൻ പറ്റിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ ചെറിയൊരു കിച്ചണിൻ്റെ ഡെമോയാണ്. ഇവിടെ കുറേ ആയിട്ടും കാണാനുള്ളത്. പിന്നെ ഈ മോഡുലാർ കിച്ചൻ്റെ ഡെമോ തന്നെയാണ് കേട്ടോ. പിന്നെ ഗ്ലാസിൻ്റെ ജാറൊക്കെ ഉണ്ട്. ഇതൊക്കെ 299, അതുപോലെ ആ ഒരു റേറ്റിലൊക്കെ വരുന്നിട്ടുള്ളതാണ് കേട്ടോ. താഴത്തുള്ള ഈ ജാറിന് വരുന്നത് 499 ആണ്. പക്ഷേ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ജാർ തന്നെയാണ് കേട്ടോ. ഇനി ഇങ്ങോട്ടേക്കൊക്കെ ഉള്ളത് നമ്മുടെ കിച്ചൺ ഡെമോ തന്നെയാണ്. അതുപോലെ ലൈറ്റുകൾ, ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റാൻഡുകൾ, അങ്ങനെ കുറേ ഈ കിച്ചൺ ഡെമോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ഈ ഡെമോ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെയും കുറച്ച് ആർട്ടിഫിഷ്യൽ ഹാങ്ങിങ് പ്ലാന്റും, അതുപോലെ അതിൻ്റെ പോട്ടും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പില്ലോ ഉണ്ട് ഇവിടെയൊക്കെ. പിന്നെ ഡൈനിങ് ടേബിള്, അപ്പോൾ അതിൻ്റെ ഒരു ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഇതാണ്ട്. ഈ വേസിനൊക്കെ 999 ആണ്. കിച്ചണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വേസുകൾ,
അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ പ്ലേറ്റൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാം അതൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലാവും കേട്ടോ. ഇവിടെ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് സമയം എടുക്കും കണ്ടു തീർക്കണമെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പാർട്ട് 2 ആയിട്ട് കാണാം. ഓക്കെ, ബൈ.